ഇങ്ങനെ വെക്കും. ഇങ്ങനെ അരിയുക. ഇങ്ങനെ തിരിച്ചടിച്ചിട്ട് ഇങ്ങനെ അരിയുക. അപ്പോൾ കുനുകുനാന്ന് അതിന് മുന്നേ ഈ സാധനം കളാതി വെള്ള സാധനം അരിഞ്ഞാളെ ഇങ്ങനെ അരിയുമ്പോട്ടെ കൈ നോക്കട്ടാ നീ തിരിച്ചടിച്ചാൽ അങ്ങനെ തിരിച്ചടിച്ചാൽ നല്ലോണം പോകുന്നോട്ടെ അടി വരെ എന്നാലൊരു കഷ്ണങ്ങൾ കണ്ട ഇങ്ങനെയാണ് കുനുകുന വരുന്നില്ലല്ലോ. ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ കുറച്ച് സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ലഞ്ച് പ്രിപ്പറേഷനാണ്. സ്പെഷ്യൽ ലഞ്ചാണ് എങ്കിലും കൂടി വേറെ വെറൈറ്റി ഫുഡൊന്നുമില്ല. നോർമൽ ഒരു നെയ്ച്ചോറും അതിനൊരു ബീഫ് കറിയും പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള റെഗുലർ സാലഡ്, അതായത് ചെർലാസ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് കച്ചമ്പർ എന്നാണ് പറയുക. ഇവിടെ നിന്ന് അങ്ങനെ പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ ചെർലാസ് എന്നാണ് പറയുക. അപ്പോൾ ഈ 3 ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 4 കപ്പ് ജീരകശാല കൈമ റൈസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെക്കുകയാണ്. ഒരുപാട് സമയം വെക്കണ്ട എങ്കിലും ഞാൻ കുറച്ച് സമയം വെച്ചിട്ട് മറ്റുള്ള ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് ഉമ്മ ബീഫൊക്കെ കഴുകി തന്നിരുന്നു. അപ്പോൾ ഇത് 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. അപ്പം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ അത് കഴുകി നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഉമ്മ തന്നെയാണ് സവാളയും ഒക്കെ അരിഞ്ഞ് തന്നത്. രാവിലെ തന്നെ ആയതുകൊണ്ട് മോൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാറില്ല. അവന് എപ്പോഴും കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്തു തന്നു. അപ്പോൾ ഉമ്മ സവാള അരിഞ്ഞ് വെച്ചതിൽ നിന്ന് ഞാൻ വേവിക്കാൻ വെച്ചേക്കുന്ന ബീഫിലേക്ക് ഒരു പിടി അരിഞ്ഞ സവാളയും പിന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളകും അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ മറന്നു പോയിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കഴിഞ്ഞ കപ്പ ബിരിയാണിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം വെള്ളം വരുന്നു നമുക്ക് കാണാം. അപ്പോൾ അതായൊരു സമയം വരെ ഇത് അടിയിൽ പിടിക്കാതിരിക്കാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്ലെയിമിൽ ഒന്ന് ടൈറ്റ് ചെയ്യാതെ വെറുതെ ഇതുപോലെ ഇങ്ങനെ അടച്ചു വെക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് ഇളക്കി നോക്കിയപ്പോൾ ഇതിൽ വെള്ളമുണ്ട്. ഇനിയിപ്പോൾ പോരാത്ത വെള്ളം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു അല്പം കൂടി ഒഴിച്ചിട്ട് അടച്ച് ഇനി ശരിക്കും ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ അരിയൊക്കെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരി ഒരുപാട് സമയം ഇടുന്നത് ശരിയല്ല, പക്ഷേ ചില സമയത്ത് വെന്ത് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കഴുകിയെടുത്തു. അപ്പോൾ പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടി വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അളന്ന്. അപ്പോൾ ചൂടുവെള്ളമാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഗ്യാസ് ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഉമ്മ കുടിക്കാൻ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ ഞാൻ കുറച്ചങ്ങോട്ട് അടിച്ചു മാറ്റി. അപ്പോൾ തന്നെ ഇപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിലാണ് ഒഴിച്ചേക്കണം. ഇപ്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല, നെയ്യുടെ ഒരുപാട് ഫ്ലേവർ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് വളരെ കുറച്ച് സ്പൈസസ് ഉള്ളൂ. 2-3 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കാണാൻ നിങ്ങൾക്ക് 2 സൈസ് ചോറിലേക്കുള്ള സവാളയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വറുക്കാനുള്ള സവാള വേറെ മരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിലേക്കുള്ള സവാള ഇതൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഒന്ന് നന്നായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞതുമല്ല, എന്നാൽ നീളത്തിൽ അരിഞ്ഞതല്ല, അങ്ങനെ ഒരു ഷേപ്പിൽ അരിഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട, അതൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ അത് ഫ്ലെയിം കുറച്ച് വെച്ചേക്കണം. അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങൾ കിസ്മിസൊക്കെ വറുത്തെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് നെയ്ച്ചോറിന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി നെയ്യില്ലാണ്ട് എന്ത് നെയ്ച്ചോറല്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാനായിട്ടുണ്ട്. ഇത് ഒരുപാട് മൊരിച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കളർ മാറും. അതുകൊണ്ട് ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ തന്നെ വെള്ളം ചേർക്കണം. അപ്പോൾ 4 കപ്പ് അരിക്ക് നമ്മൾ സാധാരണ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് വെക്കുക. കുക്കറിൽ വെക്കുമ്പോൾ 1.5 കപ്പ് വെള്ളം മതി. 4 കപ്പ് അരിക്ക് 1 കിലോ 8 കപ്പ് വെള്ളമല്ല, 6 കപ്പ് വെള്ളം എടുത്താൽ മതി. അപ്പോൾ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തിളച്ച് കിട്ടും. എങ്കിൽ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിവിടെ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കാനുള്ള പരിപാടിയിലാണ്.
അപ്പോൾ ഇവിടെ ഞാൻ ഓയിൽ തന്നെ എടുത്ത് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം നെയ്യ് ചേർത്തുള്ളൂ. മുഴുവൻ നെയ്യിൽ ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡാൽഡയിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇതിലേക്ക് ഇനി ഓരോന്നായിട്ട് കിസ്മിസ് സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് തന്നെ ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കരുത്. ഇതുപോലെ ഒരു കളർ ആകുമ്പോൾ തന്നെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഇരുന്ന് കളറ് ഒന്നും കൂടി ബ്രൗൺ ആവും. അപ്പോൾ ഇപ്പോൾ ഒരു കറക്റ്റ് ഭാഗമായിട്ടില്ലേ. ഇനി അതുപോലെ തന്നെ കാഷ്നട്ടും ഒരുപാട് അങ്ങോട്ട് മുരിക്കാതെ തന്നെ വേഗം അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി സവാളയും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ ചോറിൻ്റെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ഞാനിതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വരുന്നതിനുള്ളിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതും നമ്മൾ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആക്കരുത്. നമുക്ക് ആവശ്യമുള്ള കളറിനേലും കുറച്ചും കൂടി കുറവായിരിക്കുമ്പോൾ തന്നെ അത് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി പ്രഷർ തനിയെ പോയി കഴിയുമ്പോൾ തുറക്കാം. കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. അല്ലെങ്കിൽ അത് നമുക്ക് കോരി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ ഇരുന്ന് ഒന്നും കൂടി മൊരിയും. അപ്പോൾ ഇതിലും ബ്രൗൺ ആയിട്ട് നമ്മൾ ഗോൾഡൻ ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഇരുന്ന് ബ്രൗൺ ആയി പോകും. അപ്പോൾ അടുത്തത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു സമയത്ത് കുറച്ച് സമയമായിട്ട് ഒരാൾ മറ്റേ നമ്മുടെ ഡോറ ബുജി കാർട്ടൂണില്ലേ, അതിൽ കുറുനരി വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കണ്ടായി. അപ്പോൾ ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പണി ചോദിച്ച് വാങ്ങിയതാണ്. എന്നാൽ ചെയ്യാനറിയോ അതുമില്ല, പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം കണ്ട പരിപാടി. അപ്പോൾ സാലഡിനുള്ള കാര്യങ്ങൾ അരിഞ്ഞരിയാണ്. അപ്പോൾ കാര്യം പുള്ളി ആദ്യമായിട്ട് ചെയ്തതാണെങ്കിലും സംഭവം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും സവാള ഒരുവിധം മൊരിഞ്ഞ് പരിവായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി കഴിയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഡയലോഗ് അടിച്ച പോലെ കരിഞ്ഞു പോയാനെ. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ കാര്യം നമ്മൾ കളിയാക്കിയെങ്കിലും ആൾ നന്നായിട്ട് അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇതിനുള്ള ഡയലോഗ് അടി ഒരാഴ്ച മുഴുവൻ കേൾക്കണം. പിന്നെ ഇനിയൊരു സംഭവം പറ്റിയത്, ഉമ്മ ക്യാരറ്റ് അരിഞ്ഞു തന്നിട്ടുണ്ടായി നെയ്ച്ചോറിൽ ചേർക്കാൻ. അപ്പോൾ അത് വെള്ളം തിളക്കണതിന് മുമ്പ് ചേർക്കണമായിരുന്നു. അപ്പോൾ ഇനി ഉമ്മാനോട് ചോദിക്കാം നമുക്ക് കൈനീട്ടം വൈകിട്ടായ കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്തു. അപ്പോൾ ഇനി കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കാം. നമുക്ക് ബീഫ് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കറിയുടെ പരിപാടി തുടങ്ങാം. ഈ ചോറ് എന്തായാലും അവിടെ വെന്ത് പ്രഷറൊക്കെ ഒന്ന് പോയി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സവാള ഒരു മീഡിയം സൈസ് 3 സവാള ഉണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് അരിഞ്ഞത്. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ കാര്യം അറിയാമല്ലോ, നമുക്ക് എരിവ് കുറവ് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2 എണ്ണം ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ മറ്റുള്ള ജോലികളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. ആകെ വൃത്തികേടായിട്ടുണ്ട് ഓരോന്നൊക്കെ വീണിട്ട്. അപ്പോൾ ഞാനിട്ട് അതിന് ശേഷം ഇതിലേക്കുള്ള തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കറിക്കുള്ള തക്കാളി പെട്ടെന്ന് അരിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രഷറൊക്കെ പോയി ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാനപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നപ്പോൾ തന്നെ ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചോറ് പെട്ടെന്ന് ഒരു പരന്ന പാത്രത്തിലേക്ക് കൊട്ടി ഇങ്ങനെ പരത്തിയിട്ടു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു കുക്കർ എന്ന് പറയുന്നത് വിസ്തൃതി കുറവാണ്, ഇങ്ങനെ നീളമാണ് കൂടുതൽ. അപ്പോൾ അടിയിലുള്ള ചോറ് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് മൊത്തത്തിൽ ഇതുപോലെ പരത്തിയിട്ടത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തു അതവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഇനി കറിയുടെ പണി മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ കറി ഏകദേശം പകുതി ജോലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആയി വന്നപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ചതച്ച് ചേർക്കാൻ സമയമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തതാണ്. പിന്നെ ഇതും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറിയുടെ പരിപാടികൾ. ഇടം വരെ ആയിട്ടുണ്ട്.
ഞാനപ്പോൾ തക്കാളി ചേർക്കണേ മുമ്പാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്തത്. നന്നായിട്ട് അതൊന്നൊരു മൊരിഞ്ഞൊരു നമുക്കൊരു ടേസ്റ്റ് കിട്ടും. കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയാണ്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അത് എത്ര വഴറ്റിയാലും പിന്നെ അതുപോലെ ഡ്രൈ ആയി കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ തക്കാളി ചേർക്കേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ കൂന്തൽ റോസ്റ്റിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി ചെയ്തവരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാത്തവരാണെങ്കിൽ. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് വേപ്പില ചേർത്ത്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. പിന്നെ ഇപ്പോൾ കിട്ടുന്ന തക്കാളിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല പഴുത്തൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളത് അരിഞ്ഞ് വരുമ്പോൾ ഉള്ളിൽ കണ്ടത് അതുപോലെ ഒരു മഞ്ഞ കളറോ അങ്ങനെ ഒരു പച്ച കളറൊക്കെ തോന്നാറുണ്ട്. പിന്നെ അതിങ്ങനെ അതിലിട്ട് നമ്മൾ ഉടച്ച് ചേർത്താൽ മാത്രം അതിലേക്ക് ചേർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള പണി അതാണ്. ഇതിനൊക്കെ ഒന്ന് ഇടിച്ച് പരുവാക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. ഗ്രേവി ഒരു വിധം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് വെള്ളം പോലെ തോന്നുന്നത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗരം മസാല ഞാനൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാം. നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ഫ്ലേവർ വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയം മാത്രം മതി. ഇവിടെ ഒരുപാട് ചാറ് ഇഷ്ടമല്ല ബീഫ് കറിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടി വേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ സമാധാനത്തിന് വേണ്ടി ചേർത്തതല്ല കേട്ടോ, സ്മെല്ലിന് വേണ്ടി ചേർക്കേണ്ടതാണ്. അപ്പോൾ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിളമ്പാനുള്ള സമയമായി. എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 മണിയൊക്കെ ആവാനായി. അപ്പോൾ ഇനി ഇതിലേക്ക് സാലഡ് നമ്മൾ അരിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ സാധാരണ വിനാഗിരിയാണ് കേട്ടോ ഒഴിക്കണേ. പിന്നെ നമ്മൾക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. അവർ ചോദിച്ചാൽ കുറച്ച് ഹെൽത്തി ആക്കിയതാണെന്ന് പറയാമല്ലോ. അപ്പോൾ ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കൈവച്ച് തിരുമ്പിയതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പും വിനാഗിരിയും പച്ചമുളക് പോലും ചേർക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ മിസ്റ്റർ ഹസ്ബൻഡ് നേരത്തെ തന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് അധ്വാനിക്കാൻ പോയില്ല, കൈക്ക് പണി കിട്ടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്കത്തട്ട് റെഡി ആവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അംഗം തുടങ്ങിയായി. ചുമ്മാ പറയണേ കേട്ടോ, ആരും അത്രയ്ക്ക് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പുറകോട്ടാണ് ഇവിടെ എല്ലാവരും. പിന്നെയും ചിലപ്പോൾ ഞാനായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൺഡേ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരാൾ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട്, വേറൊരാൾ എന്തോ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇനി അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.